ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഇന്ന് മറ്റൊരു ക്രിക്കറ്റ് ആവേശത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. T20 ലോകകപ്പിലെ നിർണായകമായ പോരാട്ടത്തിൽ ഇന്ത്യ നമീബിയെ നേരിടുമ്പോൾ ആരാധകരുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രം മലയാളി താരം സഞ്ജു സാംസൺ ആയിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനും അനിശ്ചിതത്വങ്ങൾക്കും ശേഷം സഞ്ജു തന്റെ കരിയറിലെ ആദ്യ ലോകകപ്പ് മത്സരം കളിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ ഇന്ത്യൻ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. മത്സരത്തിന് മുന്നോടിയായുള്ള പരിശീലന സെഷനുകളിൽ സഞ്ജു സാംസൺ മികച്ച ഫോമിലാണ്. നെറ്റ്സിൽ സഞ്ജു പന്ത് മിഡിൽ ചെയ്യുന്ന രീതിയും അദ്ദേഹത്തിന്റെ ഷോട്ട് സെലക്ഷനും സഹതാരങ്ങളെ പോലും അമ്പരപ്പിക്കുകയാണ്. സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവ് നേരിൽ കണ്ട സഹതാരം തിലക് വർമ്മയുടെ പ്രതികരണം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. സഞ്ജു പന്ത് അനായാസം സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പായിക്കുന്നത് നോക്കി നിന്ന തിലക് വർമ്മ ഷോട്ട് യാർ സഞ്ജു ഭായ് എന്ന് വിളിച്ച് കൈയടിക്കുന്നത് ICC പങ്കുവച്ച വീഡിയോയിൽ കാണാം. ഒരു താരം എന്ന നിലയിൽ സഞ്ജുവിന്റെ സാങ്കേതിക തികവും ടൈമിംഗും എത്രത്തോളം കൃത്യമാണെന്ന് ഈ ദൃശ്യങ്ങൾ അടിവരയിടുന്നു. ന്യൂസിലൻഡ് പരമ്പരയിലെ തിരിച്ചടികൾക്ക് ശേഷം കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും സഞ്ജു ക്രീസിൽ എത്തുന്നു എന്ന സൂചനയാണ് ഈ പരിശീലന പ്രകടനം നൽകുന്നത്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ പുതിയ സെൻസേഷനും ICC T20 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള താരവുമായ അഭിഷേക് ശർമ്മയുടെ അപ്രതീക്ഷിത ആരോഗ്യ പ്രശ്നങ്ങളാണ് സഞ്ജുവിന് മുന്നിൽ വഴി തുറന്നത്. ഉദരസംബന്ധമായ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഷേകിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ അദ്ദേഹം ആശുപത്രി വിട്ടെങ്കിലും പൂർണ്ണമായി കായികക്ഷമത കൈവരിച്ചിട്ടില്ല. ടൂർണമെന്റിനെ തുടർന്നുള്ള നിർണായക മത്സരങ്ങളിൽ അഭിഷേകിന്റെ സേവനം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനാൽ നമീബിയക്കെതിരായ മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകാനും പകരം സഞ്ജു സാംസനെ പരീക്ഷിക്കാനും ടീം മാനേജ്മെന്റ് തീരുമാനിച്ചതായാണ് സൂചന. സഹപരിശീലകൻ റയാൻ ടെൻ ഡോഷറ്റ് അഭിഷേകിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. അഭിഷേക് ഉടൻ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും നമീബിയക്കെതിരെ സഞ്ജുവിന് അവസരം നൽകുന്നത് ടീമിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ.